യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? പാപികളെ രക്ഷിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആരായിരുന്നു? നമ്മൾ പാപികളായിരുന്നു. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? ആഡം ആൻഡ് ഈവ്. ഓക്കെ, അപ്പോൾ ആഡം ആൻഡ് ഈവ് പാപം ചെയ്തത് കൊണ്ടാണ് നമ്മളൊക്കെ ആരായി തീർന്നേ? പാപികളായി തീർന്നേ. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? രാജാവ് ഉണ്ടായിരുന്നു. രാജാവിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പ്രജകൾക്ക് നല്ല തൻ്റെ പ്രജ വളരെ ക്ഷേമത്തോടുകൂടി ഇരിക്കണമായിരുന്നു രാജാവിൻ്റെ ആഗ്രഹം. അങ്ങനെ രാജാവ് ഈ ജനങ്ങളെയൊക്കെ പരിപാലിച്ച് അങ്ങനെ രാജാവായിട്ട് രാജസിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ രാജാവ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേഷം മാറി വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും. കാരണം ജനങ്ങൾക്കൊക്കെ സന്തോഷമൊക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അപ്പം നോക്കിയപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. രാജാവ് വന്ന് കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രാജകൊട്ടാരത്തിൽ വളരെ പ്രഷ്യസായിട്ട് സാധനങ്ങളുണ്ട്, എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. രാജാവിൻ്റെ ഈ കിരീടം എങ്ങനെയുള്ളതാണ്? പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്. അപ്പം വളരെ പ്രഷ്യസ് ആണ്. പ്രഷ്യസ് മീൻസ് വിലപിടിപ്പുള്ളത്. വിലപിടിപ്പുള്ള കിരീടമൊക്കെ ഉണ്ട്. പിന്നെ രാജകൊട്ടാരത്തിൽ നിങ്ങൾ ഏതെങ്കിലും പാലസിൽ പോയിട്ടുണ്ടോ? ഏത് പാലസിലാണ് പോയിട്ടുള്ളത്? ഹിൽ പാലസിൽ പോയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പാലസിൽ പോയിട്ടുണ്ടോ? മൈസൂർ. പോയിട്ട് അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ രാജാക്കന്മാർ ഉപയോഗിച്ച പ്രഷ്യസ് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്തൊക്കെ പ്രഷ്യസ് സാധനങ്ങൾ കണ്ടു? അത് മാത്രമേ ഉണ്ടാവും. പിന്നെ അന്നത്തെ കാലത്ത് കോയിൻസ് ഒക്കെ കളില്ലേ, അതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അവര് ഇട്ട ഡ്രസ്സൊക്കെ കാണാമല്ലോ, പ്രഷ്യസ് ആയിട്ടുള്ള അതൊക്കെ. കാരണം നമ്മൾ ഇന്നത്തെ ഡ്രസ്സാണോ പണ്ടത്തെ കിങ്സ് യൂസ് ചെയ്തിരുന്നത്? അല്ല. അപ്പൊ അതൊക്കെ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം അവിടെ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞത് ഈ പാലസിനും പ്രഷ്യസ് ആയിട്ട് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ഈ പ്രഷ്യസ് ആയിട്ടുള്ള ഈ സ്റ്റോൺസ്, കുറച്ച് സ്റ്റോൺസ് കാണാനില്ല. അപ്പോൾ രാജാവ് വിചാരിച്ചു ഇത് ആരായിരിക്കും എടുത്തത്. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു. അതുകൊണ്ട് ആരും എടുത്തിട്ടില്ല. അപ്പം രാജാവ് പറഞ്ഞു, ഇത് ആരെടുത്താലും ആ ആൾക്ക് 10 ചാട്ടവാറടി വെച്ച് കൊടുക്കുന്നു. എത്ര ചാട്ടവാറടി കൊടുക്കുന്ന പറഞ്ഞേ? 10 പ്രാവശ്യം അടിച്ച് അവനെ ഏത് തെറ്റ് ചെയ്താലും. അപ്പോൾ എല്ലാ പട്ടാളക്കാരോടൊക്കെ പറഞ്ഞു, ഇതാരാണ് എടുത്തതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാണ്. രാജാവും അതേപോലെ തന്നെ ഇതിങ്ങനെ ശ്രദ്ധിച്ചു. കാരണം പാലസിൽ ആര് കയറി? കള്ളം കയറി. അത് രാജാവിന് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യം. അപ്പൊ രാജാവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്കൊക്കെ ക്ഷേമം ഉണ്ടാക്കണമെന്നല്ലേ. അതിന്റെ ഇടയ്ക്കാണ് ആര് പാലസിൽ കയറിയത്? കള്ളം പാലസിൽ കയറി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, കള്ളനെ പിടിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ പാലസിൽ നിന്ന് കുറച്ച് സ്റ്റോൺസും കൂടി കാണാതെയായി. അപ്പോൾ രാജാവ് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, ഇനി ആ കള്ളനെ കിട്ടിക്കഴിഞ്ഞാൽ അവന് 20 പ്രാവശ്യം അവനെ ചാട്ടവാറ കൊണ്ട് അടിച്ച് ശരിയാക്കുന്നു. ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു. രാജാവ് വളരെ ശ്രദ്ധിച്ചു ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ പട്ടാളക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വളരെ എല്ലായിടത്തും ശ്രദ്ധിക്കണം, വരുന്നവരെ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആളെ കണ്ടുപിടിയില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് സ്റ്റോൺസും കൂടി ഈ കള്ളം കൂടി. ഈ പ്രാവശ്യം രാജാവ് തീരുമാനിച്ചു, എന്തായാലും ഈ കള്ളനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. നമ്മുടെ സാധനങ്ങൾ, ഒരു പെണ്ണ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വിഷമല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പെണ്ണും കൂടി പോയാലും നമ്മൾക്ക് വിഷമം. അപ്പൊ നമ്മൾ തീരുമാനിക്കും എന്ത് ചെയ്യും? എന്തായാലും ആ കള്ളനത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുന്ന പോലെ പക്ഷെ രാജകൽപ്പന ഇത്ര ഉണ്ടായിരുന്നിട്ട് പോലും രാജാവിന്റെ പാലസിൽ നിന്ന് പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ സ്റ്റോൾ ചെയ്തുകൊണ്ട് പോവാണ് കള്ളൻ. അപ്പൊ കുറച്ച് സ്റ്റോൺസ് കൂടി പോയി കഴിഞ്ഞപ്പോൾ രാജാവിന് വളരെ വാശി. ഈ പ്രഷ്യസ് സ്റ്റോൺസ് എന്തായാലും കണ്ടുപിടിക്കണം, ഈ കള്ളൻ ആരാന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത്.
ഇങ്ങനെ എല്ലാവരോടും പട്ടാളക്കാരോടും ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം രാജാവും വളരെ കെയർ ആയിട്ടിരിക്കുക. ഇതാരായിരുന്നു? കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാൾ പയ്യെ പാത്ത് വന്ന് ഈ ഭണ്ഡാരത്തിൽ നിന്ന് ഇത് മോഷ്ടിക്കാം. നോക്കിയപ്പോൾ ആരാന്നറിയാമോ? രാജാവിൻ്റെ മദറായിരുന്നു, അമ്മയായിരുന്നു. അപ്പോൾ ഈ രാജാവിന് അങ്ങ് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നായിരുന്നു. രാജകൽപ്പന എന്തെന്നാ? അപ്പോൾ രാജാവ് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ലാസ്റ്റ് പറഞ്ഞത് ഈ കള്ളനെ ഇങ്ങനെ മോഷ്ടിക്കുന്ന ആൾക്ക് 40 അടി ചാട്ടവാറിന് കൊടുക്കുമെന്ന് ലാസ്റ്റ് പറഞ്ഞായിരുന്നു. ആദ്യം എത്ര അടി കൊടുക്കുമെന്ന് പറഞ്ഞേ? 10, രണ്ടാമത്ര 20, പിന്നെ 40 അടി. ചാട്ടവാറിനോട്ട് 40 അടി കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആള് നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾക്ക് ചൂരലും കൊണ്ട് ഒരടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയായിരിക്കും? കുഴപ്പമൊന്നുമില്ല അല്ലേ? എത്ര അടി വേണമെങ്കിലും നമ്മൾ മേടിക്കാന്നുള്ള രീതിയിലിരിക്കും. ഒരു 3-4 അടി കിട്ടിക്കഴിയുമ്പോഴും അപ്പൊ പിന്നെ നമുക്ക് ഇല്ലേ ചിലപ്പോ പൊട്ടും ഇല്ലേ? പക്ഷെ ചാട്ടവാറിന്റെ അടി എങ്ങനെയായിരിക്കും? യേശുക്രിസ്തുവിനെ ചാട്ടവാറിന് അടിച്ചത് നിങ്ങൾ പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? പുറമൊക്കെ എങ്ങനെ ഇരുന്ന് ആ പാടങ്ങനെ ഇരിക്കും, പിന്നെ ബ്ലഡ് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ ആരുടെ മനസ്സിലുണ്ട്? രാജാവിന്റെ മനസ്സിലുണ്ട്. കാരണം 40 അടി ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ, ചാട്ടവാർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആള് മരിച്ചതിന് തുല്യമായിട്ടിരിക്കും. അപ്പൊ ഇവിടെ കള്ളനാരായിരുന്നു? രാജാവിന്റെ അമ്മയായിരുന്നു. രാജാവിന് ആ കൊടുത്ത ഓർഡർ അല്ലെങ്കിൽ കൽപ്പനയിൽ നിന്ന് പിന്മാറാനും പറ്റുകയില്ല. അപ്പൊ രാജാവ് തീരുമാനിച്ചു, ഞാൻ ചെയ്ത ഓർഡർ കള്ളന് എത്ര അടി കൊടുക്കുന്ന പറഞ്ഞത്? 40 അടി കൊടുക്കുമെന്ന്. അതിനു വേണ്ടിയിട്ട് സോൾജേഴ്സിനോടൊക്കെ പറഞ്ഞു. വേഗം അതിനുവേണ്ടി അമ്മയെ 2 പില്ലർ വെച്ചു. 2 പില്ലർ വെച്ചാൽ 2 പില്ലറിലും കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് കെട്ടി. അപ്പോൾ അടി കൊടുക്കാനായിട്ട് ഈ പട്ടാളക്കാരനെ ഏൽപ്പിച്ചു. ചാട്ടവാറുമായിട്ട് പട്ടാളക്കാരൻ എവിടെ നിൽക്കുവാണ്? ഈ അമ്മയെ എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? 2 പില്ലറുകൾ കെട്ടി. അപ്പോൾ എന്തായാലും അടി ആർക്ക് കിട്ടും? അമ്മയ്ക്ക് കിട്ടും. ഇങ്ങനെ അമ്മയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടി അമ്മ ഈ പില്ലറിന്റെ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുക. ഈ ചാട്ടവാർ കൊണ്ട് അടിക്കുന്ന ആള് അടിക്കാനായിട്ട് ഇങ്ങനെ ചാട്ടവാർ ഉയർത്തും. ഈ രാജാവ് പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു സ്റ്റോപ്പ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഞെട്ടി, ഇനി എന്താണാവോ ഈ രാജാവിന് ചെയ്യാൻ പോകുന്നത്? സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാരൻ എന്ത് ചെയ്തു? അവൻ വായുവിൽ ഇതിൽ ഉയർത്തിയ ചാട്ട അവിടെ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് രാജാവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ബാക്കിലൂടെ വന്നിട്ട് ഈ അമ്മയെ കെട്ടിയൊന്ന് പിടിച്ചു. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് രാജാവ് പറഞ്ഞു, എൻ്റെ ഓർഡറിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റില്ല. ഒരു രാജാവിന്റെ കൽപ്പന എന്ന് പറയുന്നത് അത് എന്തായിരിക്കും? നമ്മൾ പറയുന്ന പോലെയൊക്കെയാണോ? അല്ല, അത് നിയമമാണ്. ആ നിയമത്തിൽ നിന്നും ഈ രാജാവിന് പിന്മാറാൻ പറ്റില്ല. കാരണം ജനം മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രാജാവ് അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ സോൾജറിനോട് പറഞ്ഞു അടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഈ അടി മുഴുവൻ ആർക്കാണ് കൊള്ളുന്നത്? രാജാവിനാണ് കൊള്ളുന്നത്. ആ അടി മുഴുവൻ രാജാവ് കൊണ്ടു. ഇതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മുടെ പാപത്തിൽ നിന്നും മോചിക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? ക്രൂശിൽ യാഗമായി തീർന്നു. ഈ ക്രൂശിൽ യാഗമായി തീർന്നതിന്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ പാപം ചെയ്തതുകൊണ്ട്. നമ്മൾക്ക് ആ പാപത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഒരാൾ നമ്മൾക്ക് വേണ്ടി ആ പാപം വഹിക്കണം. ആ കിങ് എന്താ ചെയ്തത്? അമ്മയുടെ പാപം എന്ത് ചെയ്തു? വഹിച്ചു. അതുപോലെ തന്നെ യേശുക്രിസ്തു നമ്മളുടെ മാനവജാതിയുടെ പാപത്തെ വഹിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ, ആ ക്രൂശിലെ സ്നേഹമാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ചെയ്ത ഓരോ പാപവും യേശുക്രിസ്തു ആ ക്രൂശിൽ വഹിച്ചു.